മോഹനമേ മോഹനമേ. അച്ഛ എന്തേ? അച്ഛ ബൈക്കിന്റെ കാര്യം പറഞ്ഞിട്ട് അച്ഛനൊരു തീരുമാനം ഇതുവരെ പറഞ്ഞില്ല. നമുക്ക് ആലോചിക്കാം. ആള് അച്ഛനത് വർത്തമാനം അച്ഛൻ പറയുന്നേ. ഒരു മാസം കഴിഞ്ഞില്ല അച്ഛൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ട്. ഇതൊരു അച്ഛനെ ആലോചിച്ചൊരു തീരുമാനമാക്കാൻ പറ്റിയില്ലേ? എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരുടെ കൈയും കാലം പിടിക്കേണ്ട അവസ്ഥയല്ലേ എനിക്കുള്ളത്? എന്റെ കാര്യം മാത്രമാണോ? ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് തന്നെ എത്ര തവണ അമ്മമാരെ കൈയും കാലം പിടിച്ചിട്ട് ഞാൻ സഹായിച്ചു തന്നിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചു നോക്കിയേ. അവർ കോളേജിൽ പോകുന്ന അമ്മമാരെ കാര്യങ്ങൾ സാധിക്കുന്ന മൊത്തം അമ്മമാരുടെ സ്വന്തം ബൈക്കിൽ തന്നെയാണ്. ഞാൻ മാത്രമുണ്ട് ഇറക്കാൻ നടക്കാനായിട്ട്. അച്ഛൻ ഈ നാട്ടിൽ സ്വന്തമായിട്ട് ബൈക്കില്ലാത്ത ഒരാൾ ഞാൻ മാത്രമുള്ള അച്ഛാ. അത് അച്ഛനറിയോ? എടാ, അച്ഛൻ്റെ കയ്യിൽ പൈസ വരട്ടെ, നമുക്ക് വാങ്ങിക്കാം. അച്ഛന് മുഴുവൻ പൈസ ആദ്യം കൊടുക്കണ്ടല്ലോ അച്ഛാ. കുറച്ച് പൈസ ആദ്യം കൊടുത്തതിന് ശേഷം ബാക്കി പൈസ മാസം മാസം അടച്ചാ പോരെ? നന്ദുവിന്റെ അച്ഛനൊക്കെ അങ്ങനല്ലേ ചെയ്യുന്നത്? എത്ര രൂപ ആദ്യം കൊടുക്കണം? അവന് 10-70,000 അങ്ങോട്ട് കൊടുത്ത ആദ്യം. 70,000 രൂപയോ? എടാ, നീ നിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ. ഈ വീട്ടിലെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്കൊരു കല്യാണ പ്രായമുള്ള ഒരു പെങ്ങളില്ലേ? അത് ഇച്ചിരി വില കൂടിയ ബൈക്കാ. നന്ദുവിനും സ്റ്റെഫിനും ഒക്കെ ആ ബൈക്കാ. എനിക്കും ആ ബൈക്ക് മതി. അതെന്തായാലും ഉടനെ നടക്കത്തില്ല മോനെ. എന്താ അമ്മ? അപ്പൊ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചെടുത്തില്ല? എന്തായാലും ഇപ്പൊ ഉടനെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അച്ഛൻ ബൈക്ക് വാങ്ങിച്ചു ഞാൻ ഇനി കോളേജിൽ പോകില്ല അച്ഛാ. നോക്കിക്കോ. വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ വാങ്ങിച്ചു തരാൻ വേണം. അതിപ്പൊ പറ്റത്തില്ല മോനെ. ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്റെ ആഗ്രഹം മാറ്റി വയ്ക്കും.